ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ അത് പുളിശ്ശേരി വെച്ചാട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ നേരെ ഒരു പാത്രം വെള്ളം പിടിച്ച് ആ വെള്ളത്തേക്ക് നേരെ മാമ്പഴമൊക്കെ ഇട്ട് നല്ലൊന്ന് കഴുകി, പിന്നെ അതൊന്ന് നല്ലൊന്ന് ചെത്തിയെടുക്കുക. നല്ലൊന്ന് ചെത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തൊലി കളഞ്ഞിട്ട് നല്ലോണം ചെത്തിയെടുക്കുക. ഞാൻ കുറച്ച് കൂടുതലുണ്ടാകും കേട്ടോ അതിങ്ങനെ ചെത്തിയും കൊടുക്കണം. എന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് ഉരുളി നല്ല ചൂടായ ശേഷം അതിലുള്ള വെള്ളമൊക്കെ വറ്റിയ ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം കുറച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിക്കാം. ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഇതിലോട്ട് കുറച്ച് ഒന്ന് ചൂടായിക്കോട്ടെ, ഒന്ന് ലൈറ്റായിട്ട് ചൂടായിക്കോട്ടെ. ലൈറ്റായിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം അതിക്ക് മാങ്ങ തട്ടുക. മാമ്പഴം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 2-3 മുളകും പച്ചമുളകും നല്ല രസം. പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിക്ക് നല്ല രസം കിട്ടും. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, ഇത് മാത്രമാണ് ഇതിൽ പൊടി എന്ന് പറയുന്ന സാധനം ചേർക്കുക. അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരിയിൽ പിന്നെ വേറെ ചേർക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കുക. നല്ല മിക്സാക്കിയിട്ട് നേരെ മൂടി വെക്കുക. മൂടി വെച്ചിട്ട് നല്ല വെന്തോട്ടെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് വെന്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ലേശം കുറച്ചിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ശർക്കര പാനി ഒഴിക്കുക. ശർക്കര പാനി കുറച്ചുള്ളൂ കേട്ടോ. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 1.5 കിലോ മാങ്ങയ്ക്ക് ആകെ ഒരു 3-4 അച്ച് ശർക്കര ഉരുക്കിയിട്ടുള്ളൂ. പക്ഷെ എന്താണെന്നോ ഭയങ്കര ടേസ്റ്റ്. എന്നാൽ ഭയങ്കര ഉപ്പും മധുരവും പറ്റൂല, എന്നാൽ ഭയങ്കര പുളിയും പറ്റൂല. ഈ മാങ്ങൻ്റെ രുചിയിൽ ഈ മാങ്ങയിൽ നല്ലോണം അങ്ങോട്ട് കയറണം ഈ എരിവും പുളി ഇതൊക്കെ. അതിക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യ് അത്യാവശ്യമാണ്. എന്നാലും കുറേ ആൾക്കാർ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ഉപയോഗിക്കുന്നത്, നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അതിക്കുള്ള തേങ്ങയാണ്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിക്ക് കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകമുള്ള ചേർത്തിട്ട് അതൊക്കെ ഒഴിച്ച് നല്ല അരച്ച ശേഷം അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല വറ്റിക്കുക. അത്യാവശ്യം ഒരു രീതിക്ക് വറ്റിക്കുക. എന്നിട്ട് കൈക്ക് കുറച്ച് തൈര് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് മറന്നതൊന്നുമല്ല കേട്ടോ. തൈര് ലാസ്റ്റ് ഞാൻ ഒഴിച്ച് കൊടുക്കണുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് പിരിയിനോടത്ത് കയറും. എന്നിട്ട് നേരെ ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നേരെ വെച്ച് ചീനച്ചട്ടി എടുക്കുക. അതിലോട്ട് കുറച്ച് നെയ്യ് തന്നെ ഇട്ടത് വറവും, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ വറവ്. നെയ്യ് ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് കടുക് ഇടുക. കടുകും മുളകും കറിവേപ്പിലും തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നിട്ട് നല്ലൊന്ന് വറവൊക്കെ ഇട്ടാക്കി കഴിഞ്ഞ ശേഷം ആ ചട്ടി ഉരുളിക്കാൻ തട്ടുക. ഉരുളി തട്ടി കഴിഞ്ഞിട്ട് ഒന്ന് രുചിച്ച് നോക്കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ചെറിയൊരു സിമ്പിൾ പണിയുള്ളത്. ഈ മാങ്ങക്കാലല്ലേ, ഈ മാങ്ങക്കാലത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിട്ടലുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും